നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് കുട്ടിക്കളിയല്ല, അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന് തീ കൊടുക്കടി ആമിട്ടെ. എന്നാ തീപ്പെട്ടി എടുത്തോണ്ട് വരട്ടെ. എന്റെ ദൈവമേ, നാട് മുഴുവൻ പാലത്തറക്കാരും മാടശ്ശേരിക്കാരും ആളുകളെ നിർത്തിയിരിക്കുക. അവരിവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ. ഇതിലിപ്പോ ഏത് കഥ പറഞ്ഞാലും അവന്മാരുടെ കഥ അതോടെ തീരും. അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കും. ഞാൻ തന്നെ പറയാം എല്ലാരോടും, അവരെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇനി നേരെ പറഞ്ഞാലൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അല്പം വളഞ്ഞ വഴി നമുക്ക് എന്തെങ്കിലും ആലോചിച്ചാലോ? വളഞ്ഞ വഴി എന്തെങ്കിലും അറിയോ? ഇല്ല. നീ മിണ്ടരുത്. ഈ കുട്ടിത്തേവാങ്ങളുടെ തല മുഴുവൻ അതല്ലേ. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, അവരെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. എന്റെ ദൈവമേ, ആലുവ ശിവരാത്രിക്ക് പോലെ ആരും ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം. ആരാത്? ആ കഥാപ്രസംഗക്കാരെവിടെ? അത് ചോദിക്കാൻ നീ ആരടാ? നിന്റെ തന്ത. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണേ രപ്പേ. ഇങ്ങോട്ട് വരണ്ട. എങ്ങനെ കഥ ഓർന്നു? ആരുമില്ല, ഓടിക്കോ. ഇവന്മാരെവിടെ പോയി? ഈ നാടിന്റെ ബൗണ്ടറി ഇങ്ങോട്ട് ഓടണ്ട, അവിടെ കളരി കരാത്തുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? ഭക്ഷണം വെച്ച് കൊല്ലും. വേഗം വാ, വീണ്ടും ഇതിനകത്ത് തന്നെ വന്നു വിട്ടാ. എന്താ ഒക്കെ റെഡി? ഒക്കെ റെഡി. രണ്ടാളും ചാക്കിലേക്ക് കയറിക്കോ. നല്ല രസാ. ഒക്കെ ഈ പെൺകുട്ടികളുടെ ബുദ്ധിയായി. മനസ്സിലായിടി, ചാക്കി കെട്ടി പുഴയെത്താത്താനുള്ള പരിപാടിയാണല്ലേ. നിന്റെയൊക്കെ തന്തമാരെ പിടിച്ച് കേട്ടടി ചാക്കിനകത്ത്. കഥാപ്രസംഗക്കാരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞൂടാ. പരിപാടി ലേശം കുറഞ്ഞാലും ഇന്നേ വരെ കേരളത്തിൽ ഒറ്റക്കാതെങ്കിലും ചാക്കി കയറുന്ന ഗതികേട് വന്നിട്ടില്ല. പുല്ലേ എടാ, നിന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലടാ പുല്ലേ. പിള്ളച്ചേട്ട ഇവളുമാരെ ഒന്നിനെ വിശ്വസിക്കരുത്. ഒക്കെ ചതിയത്തികളാ. അതെ, ഒന്നിനെ. എടോ, വീടിന് ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇതിനകത്ത് കേറിക്കോ. അല്ല, ഓടിയോടുന്നു. മക്കളെ, ഒരു മംഗളകാര്യത്തിനല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയണത്? മംഗളകാര്യത്തിനായാലും മനോരമ കാര്യത്തിനായാലും ചാക്കി കയറാൻ പറ്റില്ല. ചാക്കി കയറാ. ചാക്കി കയറാൻ നിങ്ങളൊക്കെ പറയുമ്പോ ചാക്കി കയറാൻ ഞങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ചാക്കി കയറാ. ചാക്കി ഇവിടെ മുളക് ചാക്കൊക്കെ. നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു താടിയും കൂടിയാണ് വെക്കാനില്ല. അത്ര സ്ഥലത്ത് വൃത്തിയോട് മാറിക്കിട്ടേ ചവപ്പെട്ടി മൂടേ. ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല. തുറന്നിരിക്കട്ടെ, സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ഹലോ സർ. എന്താടി ചാക്കിനകത്ത് പോലും സ്വസ്ഥത തരില്ലല്ലേ? ഇതാ എന്താ റോസ്, അറിയില്ലേ? അറിയാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. മുളക് പൊടിയോ അതോ ഉറുമ്പ് പൊടിയോ? ഏയ്, ഒന്നുമില്ല. ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട്. ദേ, ഗീത തന്നാ. ചാക്കൊക്കെ പൊക്ക്. ഹലോ, ഇതിനകത്തോട്ട് കേറുന്ന ഒരാൾക്കൂടെ സ്ഥലമുണ്ട്. നീ കിന്നാരം പറയാണ്ട ചാക്കിന്റെ ഡോർ അടക്കിടി. നീ തൊരപ്പം മാളത്തിൽ നോക്കണ പോലെ വിളിക്കണ്ട. നോക്കണേ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. എന്റെ തന്തയ്ക്ക് വിളിച്ച അവൻ എവിടെ പോയടാ? അവൻ അവിടെ കണ്ടില്ല വർക്കിച്ചേട്ടാ. ഇതിനു മുമ്പ് അവൻ എവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാണവൻ? അറിയില്ല. ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ്. കണ്ടില്ലേ, നെഞ്ചൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. അവൻ മുങ്ങീന്ന് നോക്കി നിൽക്കാതെ പോയി മുങ്ങി തപ്പടാ. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കി, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ, ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട, ഇനി പടിയില്ല. അയ്യോ, വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോറൊന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ. ട്രെയിനിൽ ബെർത്ത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണിത്. ഇത് ടി വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ? കേറി കിടന്നു. ഏയ്, ഒരാളവിടെ പോയി. ദേ അവിടെ. അപ്പം മറ്റോനോ? ദേ ഇവിടെ നിൽക്കണോ? അപ്പം മറ്റേ പോയി. ദേ അവിടെ കിടക്കണോ? അപ്പൊ നിനക്ക് ആദ്യമേ പറഞ്ഞൂടെ? നിങ്ങൾ ചിരിക്കുന്നു വേണ്ട. നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. മോനെ ഇവിടെ കയറി കിടന്നോട്ടാ, സുഖമായിട്ട് കിടന്നോ. എന്താ ഈ ഞാണ്ട് കിടക്കണത്? അത് കാല. എന്നാ പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? രണ്ട് തലയുണ്ട്. തള്ളിക്കോ. ഇതെന്താ അങ്ങോട്ട് പോണ? ഇതെന്താ അങ്ങോട്ട് പോണത്?
ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ. ഇന്ന് തള്ളു. ആ. ഓ, എന്തൊരു മുട്ടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? ദേ നോക്കിയേ, കരാട്ടെ. എന്താണ് ചാക്കില്? കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും ഓ പിണ്ണാക്കോ? പിള്ളച്ചേട്ടാ, ദേ ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ 2 കാതികി ഒന്നില്ലേ, കൊച്ചിൻ ബ്രദേഴ്സ്. അവരാ ഈ ചാക്കിൽ. എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത് ഈ മുണ്ട? അല്ല ചാക്ക്. ഒറ്റ അടി വെച്ചെന്നാണല്ലോ. വലിക്കടാ. പറഞ്ഞാനായിട്ട് ആ കഥാപ്രസംഗക്കാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പറ്റൂ. പേടിക്കാൻ സാറേ, അവരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റി തരാമെന്ന് പാലത്തറക്കാർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പട്ടിക്കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണോ ചാക്കില്? അതെ, വാഴക്കൊല, നാടൻ കായ. ആഹാ, വാഴക്കൊല. ഉന്നം നോക്കാൻ പറ്റിയ സാധനം. അയ്യോ അയ്യോ എന്താ, അയ്യോ, എന്താ? എന്തൊരു ഉന്നാകൃത്യം കൊലക്കിട്ട് തന്നെ കൊണ്ടു. കണ്ടോ, ഇപ്പോഴും എന്നെ ഉന്നം തെറ്റിട്ടില്ല. ഓരോരുത്തർ വല്ലോടത്തും കൂർക്കായി നിന്നൂറോ. ഞാൻ നിന്റെ എവിടെ കൊണ്ടേ? എന്തേ കാണണോ? അത്ര മോശപ്പെട്ട സ്ഥല? ആ അതെ. അയ്യോ, എന്നാ വേണ്ട. വേണേ പൊക്കി നോക്കണ നോക്കണ. അയ്യേ, വേണ്ട. പിടിച്ചോ, പിടിച്ചോ, വലിച്ചു പിടിച്ചോ, വലിച്ചു പിടിച്ചോ. ഇറക്കാം, ഇറക്കം. പിടി. എവിടെങ്ങാരെ ആ ബോട്ടിലേക്ക് വെച്ച് പതുക്കെ പിടിക്കിട്ടാ. പാതിക്കാടോ പിടിക്കുന്നത്? എന്താ സാധനം ഇത്? പൊട്ടണ സാധന. അത് ഗാനഭൂഷണം. അടിയുള്ള നിനക്ക് മിണ്ടരുത്. അതെ, ഗാനഭൂഷണത്തിന്റെ കാസറ്റുകൾ ചാക്കിലാക്കി കൊണ്ടുവന്നിരിക്കുക. ആ സൂക്ഷിച്ചോടൊച്ച. ഒന്ന് സഹായിക്കടാ. പരദൂഷണത്തിന്റെ കാസറ്റാണ്. ചവിട്ടിക്കൂട്ടില്ലേ? മതി. ചേട്ടാ, മൂത്രമൊഴിക്കണായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഇതെന്താ പൊന്താണ്? മൂത്രമൊഴിക്കണത് നീ ചാക്കിലേക്ക് മുള്ളിക്കൊള്ളാൻ ആരും കാണില്ലാന്ന്. ഇതെന്താ ഒരു നാറ്റം? ഒരു കയ്യിലൂടെ ഹലോ, നമസ്കാരം. നമസ്കാരം. അക്കരയ്ക്കല്ലേ? അതെ. ഞാനും അക്കരയ്ക്ക. ഓ, ഇനി കുറച്ചു നേരം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഓ ആയിക്കോട്ടെ. പിന്നെ എന്താ ഈ വേഷത്തിൽ? ഇതാ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. പിന്നെ ഒരു തണുപ്പിന് വേണ്ടി. ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ അല്ലേ? അതെ. ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. അതെ. അയ്യോ, എങ്ങനെ മനസ്സിലായി? ചേട്ടന്റെ പേരെന്താ? തമ്പി. താടിത്തമ്പി. മാടശ്ശേരി തമ്പി. എന്ത് ധൈര്യത്തിലാടാ എന്റെ കഥ പറയാൻ നിങ്ങൾ ഇവിടെ വന്നത്? അയ്യോ, ഒന്നും ചെയ്യരുത്. ഞങ്ങൾ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞങ്ങളിൽ ഒന്നും പറയുന്നില്ല. ഗാനഭൂഷണം തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോവുക. ഞങ്ങൾ കഥ പറയാതിരിക്കാൻ വേണ്ടി ചാക്കി കയറി ഒളിച്ചു പോകുന്നത്. ഏതായാലും മാടശ്ശേരി തമ്പിയുടെ കഥ പറയാൻ വന്നതല്ലേ, ഇനി ആ കഥ പറഞ്ഞിട്ട് പോയാ മതി. ഈ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരെയെല്ലാം നേരിൽ കാണാനാണ് ഞാൻ ജയിലിൽ ചാടിയത്. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ എന്റെ കഥ പറയണം, സത്യം തെളിയിക്കണം. ഞങ്ങളില്ല. ഇനി പൊന്നുകൊണ്ട് കൂടാന്ന് പറഞ്ഞാൽ ആ നാട്ടിലേക്ക് ഞങ്ങളില്ല. തല്ലുകൊണ്ട് മതിയായി ചേട്ടാ. അതെ, ഈ കഥ പറച്ചില്ല ഞങ്ങൾ നിർത്തി. ഇല്ല, ഈ കഥ പറയും, നിങ്ങൾ തന്നെ പറയും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ അറിയാലോ, എനിക്ക് വേണ്ടി ഒരു തൂക്കുമരം അവിടെ ഒരുങ്ങിക്കിടപ്പുണ്ട്. നിന്നെയൊക്കെ കൊന്നാലും എനിക്ക് അതേ കിട്ടും.
കുറച്ചും കൂടെ. കണ്ടോ, ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിയിട്ടില്ല. താരെന്താ അവിടെ കളിക്കുക? ഏയ്, ഞാൻ വെറുതെ ഇങ്ങനെ. അയ്യോ, Idiot, sir. Bloody fool. sir. പോയി ജോലി നോക്കണോ? Yes, sir. Come on. അവര് പോയി. ആരാടാ? ആ കഥാപ്രസംഗക്കാരൻ കടന്നു വന്നു. പിള്ളച്ചേട്ടൻ അവരെ ചാക്കി കയറ്റി രക്ഷപ്പെടുത്തിയത്. അവനിപ്പോ എവിടുണ്ട് ആ കള്ളപ്പിള്ള? പടക്കപ്പുരയിലുണ്ട്. ശരിക്കും നടക്കടാ. മിസൈല് പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയ പോരെ. വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ എന്താ പാലുണ്ണിയേട്ടാ? കള്ള നായിന്റെ മോനെ, നീ ആ കഥാപ്രസംഗക്കാരെ നാളെ എടുത്തോലടാ. അയ്യോ, അവര് വരും. അവര് കായൽ കാണാൻ പോയിരിക്കാ. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടിയന്തരം നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തു പോയിട്ടില്ലടാ, ചത്തു പോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. മാസ്റ്ററെ, ഇവനിവിടെ നിന്ന് പോകാൻ നോക്കിയോ? വാടാ. അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടുപ്പ് ഞാൻ കത്തിക്കും. നിന്നെ അടക്കം. നിങ്ങളെ കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. റെഡി. രാവും പകലും നമ്മൾ കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞിലോടാ. ആ, അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ്, അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ, നിങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി, നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. ദാ, അത് വരണ്ടോ നോക്കാൻ. ഇല്ല, അവരിനി വരും തോന്നല്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ മരിച്ചിരിക്കുന്നടി. ചേട്ടൻ അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ളൊന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗറാടി? വർഗീച്ചേട്ടാ, വർഗീച്ചേട്ടാ, ഈശോ, അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? ഏയ്, അത് ശരിയാ. പോയി നോക്കാം നമുക്ക്. നിന്ന് പിടിച്ചേ. അല്ലേ ഞാനും പറഞ്ഞത്. കൊടുന്ന നീ പാതി തിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി. എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി? ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മന്റെ വായ വരല്.